ഹലോ ഫ്രണ്ട്സ്, PSC PYQ പൾസിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ് മേഖലയിൽ നിന്നുള്ള ഒരു PYQ ക്വസ്റ്റ്യനും അതിൻ്റെ ടിപ്സുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം വായിക്കാം. ഡോണ്ട് മേക്ക് എ നോയ്സ്. ഓപ്ഷൻ എ ഡു ദേ, ഓപ്ഷൻ ബി വിൽ യു, ഓപ്ഷൻ സി ആർ യു, ഓപ്ഷൻ ഡി ഡു യു. ഇപ്പം നമ്മൾ അറിയാം, ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്നാണ്. അപ്പം പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആക്കണം, നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ചോദ്യത്തിലെങ്കിൽ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ഡോണ്ട് മേക്ക് എ നോയ്സ് എന്ന് തന്നിരിക്കുന്ന വാചകം ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, നോട്ട് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. സോ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പോസിറ്റീവാണ് ഇവിടെ നമ്മൾ ആക്കുന്നത്. ഇപ്പോൾ ഡോണ്ട് മേക്ക് എ നോയ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം നമുക്ക് ശബ്ദം ഉണ്ടാക്കരുത് എന്നല്ലേ പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ആജ്ഞയാണ്. ഇപ്പോൾ ആജ്ഞാരൂപത്തിലുള്ള ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പൊതുവെ പറയുന്നത്. ഇപ്പോൾ ഓർഡർ, അഡ്വൈസ്, വിഷ് എന്നിവയൊക്കെ ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളാണ്. എന്നീ രൂപത്തിലുള്ള സെൻറ്റൻസുകളും പൊതുവെ നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന വാചകം ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഈ ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നെങ്കിൽ വിൽ യു, ക്യാൻ യു, അല്ലെ വോണ്ട് യു, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ആയിരിക്കും. മൂന്നും കൂടി ഒരിക്കലും ഓപ്ഷനിൽ തരില്ല. അപ്പോൾ ഇത് ഈ മൂന്നതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. എന്നാൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്, അതുപോലെ അത് ഡോണ്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ ടാഗ് എപ്പോഴും വിൽ യു മാത്രമായിരിക്കും. ക്യാൻ യുവും വോണ്ട് യുവും ഒരിക്കലും ആൻസറായിട്ട് വരത്തില്ല ഡോണ്ടിൽ തുടങ്ങുന്ന വാചകങ്ങൾക്ക്. അപ്പോൾ ഡോണ്ടിൽ തുടങ്ങുകയും ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കുകയും ചെയ്യുന്ന വാചകങ്ങളുടെ ടാഗ് എപ്പോഴും വിൽ യു ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിൽ യു മാത്രം വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയാണ്. ചിലപ്പോൾ ഭാവിയിൽ അവരത് അനുസരിക്കുമോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൽ യു ഉപയോഗിക്കുന്നത്.